ഡിയേഴ്സ്, എൻ്റെ പേര് നിയ. ഞാൻ നിങ്ങളുടെ എക്കണോമിക്സ് ഫാക്കൽറ്റി ആണ്. സോ മക്കളെല്ലാം +1 കൊമേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഓരോ വീഡിയോയിലൂടെയും എന്താണ് കൊമേഴ്സിലെ സബ്ജക്ട്സ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് മക്കൾ ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ്. സോ മിസ് എന്ന ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് എക്കണോമിക്സിനെ പറ്റി സംസാരിക്കാനാണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് +1 2 പാർട്ടുകളാണുള്ളത്. ഒരു പാർട്ട് ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റും ഒരു പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സും. ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റിൽ നമുക്ക് ഇന്ത്യയുടെ ഹിസ്റ്ററി ആണ് പഠിക്കാനുള്ളത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ചരിത്രം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ത്യയിലെ എക്കോണമിയിലെ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ തിയറി ആണ്, എന്നാലും കോംപ്ലിക്കേറ്റഡ് അല്ല. പഠിച്ചാല് വായിച്ചാല് ഒക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. എങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അവിടെ പ്രോബ്ലം പാർട്ടാണ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിങ്ങൾക്ക് തിയറി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിലൊക്കെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എന്ന് കേൾക്കുമ്പോൾ വലിയ വലിയ ഇക്വേഷൻസ്, വലിയ വലിയ മാത്സ് പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. മാത്സ് ആണ്, എന്നാലും വളരെ കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ഇങ്ങനെ 2 പാർട്ടുകളോടും ചേർന്നതാണ് +1 എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 17 ചാപ്റ്ററുകളാണ് ഇപ്പോൾ +1 എക്കണോമിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. +2ലേക്ക് നോക്കുന്ന സമയത്ത് +1 പഠിച്ചതൊന്നും +2 നിങ്ങൾ പഠിക്കുന്നില്ല. കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് +2 പഠിക്കുന്നത്. സോ +1 നമുക്ക് 17 ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ കവർ ചെയ്യാൻ പറ്റാത്ത അത്രയും പോർഷൻസ് നിങ്ങൾക്കുണ്ട്. സോ കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ചു പോവുക. ഇപ്പൊ ചില കുട്ടികൾ ക്രിസ്മസ് എക്സാം കഴിയുമ്പം അല്ലെങ്കിൽ ഈവൻ മോഡൽ എക്സാം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളതുകൂടെ പോയി പോവും. കാരണം പ്രോബ്ലം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ തിയറി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് മിസ് പറയുന്നത് അന്നത്തെ ദിവസം പഠിപ്പിച്ചത് അന്ന് തന്നെ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകാനാണ് ഞങ്ങളെ പോലെയുള്ള ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ സൈല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യുവ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഒക്കെ. അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ആ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുക. അങ്ങനെ ഓരോ ചാപ്റ്ററും ഓരോ ദിവസം പഠിപ്പിക്കുന്ന അന്നന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് തലേന്നുള്ള ആ റഷ്, ആ ടെൻഷൻ, ആ കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, എക്സാമിന് തലയിൽ ടെൻഷൻ ഇല്ലാതിരിക്കാം. സോ ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമാണ്. ആ ഗൈഡൻസ് അടിപൊളിയായിട്ട് തരുന്ന ഒരു ബാച്ചാണ് യുവ ബാച്ച് എന്ന് പറയുന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ മക്കളെ, എക്കണോമിക്സ് അല്ല, ബിസിനസ് സ്റ്റഡീസ് അല്ല, അക്കൗണ്ടൻസി അല്ല, എല്ലാ സബ്ജക്ട്സും ഒരുപോലെ അടിപൊളിയായിട്ട് യുവ ബാച്ചിനൊപ്പം പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.